പ്രസന്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ആർട്ട്, അതൊരു കലയാണ്. ഇപ്പൊ നമ്മള് സാംബശിവൻ എന്ന് പറയുന്ന മഹാരഥനായിട്ടുള്ള കഥാപ്രസംഗ കലയുടെ ആരാധ്യനായിട്ടുള്ള ആ വ്യക്തി ഒരു കഥാപ്രസംഗം എങ്ങനെയാണോ അവതരിപ്പിക്കുന്നത്, നമ്മളെ മോഹൻലാലിനെ പോലുള്ള ആൾക്കാര് ഒരു വേഷം എങ്ങനെയാണോ അവതരിപ്പിക്കുന്നത്, അപ്പൊ ആ രീതിയിൽ നമ്മുടെ കയ്യിൽ കിട്ടിയ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവരുടെ മനത്തെ ടച്ച് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയും, എന്തൊക്കെയാണ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് നോക്കാം. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ റൈസപ്പ് ട്രെയിനിങ്ങിലേക്ക് എന്റെ വ്യക്തിപരമായ പേരിലും മോഡി കെയറിന്റെ പേരിലും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യാണ്. ഞാൻ മനോജ് കാരുവള്ളിൽ, ട്രിപ്പിൾ റെഡ് ഡയമണ്ട് ഡയറക്ടർ, മോഡി കെയർ. വളരെ നാളുകളായിട്ട് ഈ ബിസിനസ്സിനെ നെഞ്ചോട് ചേർത്ത് പ്രവർത്തിച്ചു വരുന്ന ഒരു എളിയ ലീഡറാണ്. നിങ്ങൾ എല്ലാവരും ദയവേത് മ്യൂട്ടായിരിക്കണം. ചില ആൾക്കാർ ഓൺ ചെയ്ത് വെക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ ഓണായി നിങ്ങൾ ഇരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ മ്യൂട്ട് ചെയ്തിരുന്നാലും നിങ്ങൾക്ക് എൻ്റെ സ്പീച്ച് പ്രസന്റേഷൻ കേൾക്കാൻ കഴിയും. ഓക്കെ, ഒന്ന് രണ്ട് ഡിസ്റ്റർബൻസ് ഇടയ്ക്ക് വന്നതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറയുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതിൽ മിസ്സസ് ലേന മനോജ് നിങ്ങളോട് വിശദീകരിച്ചു പ്രസന്റേഷൻസിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്, ബിസിനസ് പ്ലാൻ പ്രസന്റേഷന്റെ ഭാഗങ്ങളൊക്കെ എന്തൊക്കെയാണ്. അപ്പൊ ഓരോ ഭാഗങ്ങളിലും എന്തൊക്കെയാണ് നമ്മൾ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, പ്രസന്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. പക്ഷെ ഇവിടെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഓരോ ഭാഗത്തിലും എന്ത് മെസ്സേജ് ആണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രോസ്പെക്ട്സിന് നമ്മൾ കൊടുക്കേണ്ടത്, അവരുടെ മനസ്സിൽ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 6 ഭാഗങ്ങളിൽ എന്ത് മെസ്സേജാണ് കൊടുക്കേണ്ടത്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പൊ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ചെയ്യുന്നത് അവർക്ക് ഓരോരുത്തർക്കും സ്വപ്നങ്ങൾ ഉണ്ടാവും. ആ സ്വപ്നങ്ങളെ റിയലൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പൊ പ്രസന്റ് ചെയ്യാൻ പോകുന്നതെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുകയും നമ്മൾ ചെയ്യുന്ന പ്രസന്റേഷൻ വളരെ ഗൗരവപൂർവം ശ്രദ്ധയോടെ കേൾക്കാൻ വേണ്ടി അവരെ തയ്യാറെടുപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഡയറക്റ്റ് സെല്ലിങ്ങിനെ കുറിച്ച് നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോഴോ അവിടെ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആർക്കും ചെയ്യാൻ കഴിയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്നാണ് നമ്മൾ അവിടെ ആൾക്കാർ ബോധ്യപ്പെടുത്തേണ്ടത്. ഇപ്പൊ വന്നിരിക്കുന്ന ഏതൊരു സാധാരണക്കാരനും അവന്റെ സ്വപ്നങ്ങൾ ഈ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞ ഓപ്പർച്യൂണിറ്റിയിൽ നേടിയെടുക്കാൻ കഴിയും. അതാണ് ഡയറക്റ്റ് സെല്ലിംഗിൽ നമ്മൾ ബോധ്യപ്പെടുന്നത്. സിമ്പിൾ ഓപ്പർച്യൂണിറ്റിയാണ്, ആർക്കും ചെയ്യാൻ കഴിയും. ഇനി കമ്പനിയെ കുറിച്ച് പറയുമ്പോഴോ ധാരാളം ഫ്ലൈ ബൈ നൈറ്റ് കമ്പനികളുള്ള ഒരു കാലഘട്ടമാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് വരും 2-3 മാസം കഴിയുമ്പോൾ കാണത്തില്ല. ആ സ്ഥാനത്ത് 1933 മുതൽ ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ അടിത്തറയുള്ള ഒരു കമ്പനിയുടെ ഭാഗമാണ് മോഡി കെയർ. അതുകൊണ്ട് ഈ കമ്പനിക്ക് ഒന്നും സംഭവിച്ചു പോവില്ല, ഇവിടെ ഉണ്ടാകും വളരെ ശക്തമായിട്ട്. അതിനെ താങ്ങി നിർത്താൻ വളരെ ശക്തമായ ഒരു കമ്പനി ബാക്ക് ബോൺ ഇവിടെ ഉണ്ടെന്നും മോഡി കെയറിന്റെ സക്സസ് വളരെ വലുതാണെന്നും ആൾക്കാരെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് കമ്പനിയുടെ പ്രസന്റേഷൻ ഭാഗത്ത്. ഇനി പ്രോഡക്റ്റിന്റെ ഭാഗം വരുമ്പോഴോ വളരെ മനോഹരമായ ഇന്നവേറ്റീവ് ആയിട്ടുള്ള മോഡി കെയറിന്റെ ഉൽപ്പന്നങ്ങൾ ഏതൊരാൾക്കും ആവശ്യമുള്ളതാണെന്നും അവര് ജസ്റ്റ് കട റീപ്ലേസ് ചെയ്താൽ പോലും പുതിയ ഒരു ബിസിനസ് ആരംഭിച്ച് വരുമാനം അതിലൂടെ നേടിയെടുക്കാൻ കഴിയുന്നവരെ കൺവിൻസ് ചെയ്യാണ്. യുണീക്ക് പ്രോഡക്ട്സുകളാണ്.
നിരവധിയായ ഉൽപ്പന്നങ്ങൾ. മറ്റു പല കമ്പനികളെയും ഏതെങ്കിലും ഒരു സെഗ്മെന്റ് ചെയ്യുമ്പം ഇവിടെ എല്ലാ സെഗ്മെന്റും ഒരു കുടക്കീഴിൽ കിട്ടുന്നതാണെന്ന് അവർ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഡെമോ കാണിച്ച് അതിന്റെ പെർഫോമൻസ് നമ്മൾ അവരെ കൺവിൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ സ്വപ്നങ്ങൾ ഈ പ്രോഡക്റ്റുകളിലൂടെ തീർച്ചയായും നേടാൻ കഴിയുമെന്നുള്ളൊരു വലിയ വിശ്വാസം അവർ ഉണ്ടാക്കിയെടുക്കുകയാണ്. നമ്മൾ അത് പ്രസന്റ് ചെയ്യുന്നതിലൂടെ ചെയ്യുന്നു. അപ്പൊ അതേ അടുത്ത സെഗ്മെന്റ് വന്നു, ഇൻകം പ്ലാൻ. ഈ ഇൻകം പ്ലാന്റെ പ്രസന്റ് ചെയ്യുമ്പം ഒരാൾക്ക് ഫീൽ ചെയ്യേണ്ടത് അവർക്ക് ചെറിയ വരുമാനമാണ് ആഗ്രഹമെങ്കിലും, വലിയ വരുമാനമാണ് ആഗ്രഹമെങ്കിലും, അതല്ല ലൈഫ് സ്റ്റൈൽ ബോണസുകളാണ് ആവശ്യമെങ്കിൽ, ഇപ്പൊ വരുമാനം ആവശ്യമില്ലാത്തവർക്ക് ഒരാൾക്കാണെങ്കിൽ ധാരാളം വിദേശയാത്ര ചെയ്യാൻ, എല്ലാ വർഷവും വിദേശയാത്ര ചെയ്യാനുള്ള അവസരമുണ്ട്. കാർ മേടിക്കാൻ, വീട് വെക്കാൻ. ഇനി ഇതിനൊക്കെ ഉപരി നാളെ ഒരു സമയത്ത് ആരോഗ്യമുണ്ടോ ഇല്ലെന്നോ നമുക്കറിയത്തില്ല. ആ സമയത്ത് റെഗുലർ ആയിട്ടൊരു ഇൻകം നേടിയെടുക്കാൻ കഴിയുന്ന വളരെ വണ്ടർഫുൾ ആയിട്ടുള്ളൊരു ഇൻകം പ്ലാനാണ്, കോമ്പൻസേഷൻ പ്ലാനാണ് മോഡി കെയറിലുള്ളത് എന്ന് അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് എക്സൈറ്റഡ് ആക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എക്സൈറ്റ്മെന്റ് ഉണ്ടാവണം അവർക്ക്. കണ്ടോ എത്ര വലിയ സ്വപ്നങ്ങൾ ഇൻട്രൊഡക്ഷനിൽ അവർ കണ്ട എത്ര വലിയ സ്വപ്നങ്ങളിൽ നമ്മുടെ ഇൻകം പ്ലാനിലൂടെ നേടിയെടുക്കാൻ കഴിയുന്നവരെ ബോധ്യപ്പെടുത്തി എക്സൈറ്റഡ് ആക്കുകയാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. ദെൻ ക്ലോസിംഗ് സെക്ഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അവരെ കൊണ്ട് ഡിസിഷൻ മേക്കിംഗ് നടത്തുകയാണ്. കാര്യം നമുക്കറിയാം പല ആൾക്കാരും നോക്കട്ടെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് മാറ്റി മാറ്റി വെക്കുന്ന ആൾക്കാരാണ്. അതൊരു ഭയങ്കര അസുഖമാണ്, പ്രൊക്കാസ്റ്റിനേഷൻ എന്നാ പറയുന്നത്. ഒരു കാര്യവും ഇപ്പൊ ചെയ്യൂല, നാളെ ആവട്ടെ, നാളെ ആകുമ്പം അടുത്ത ദിവസം ആവട്ടെ, നാളെ നീളെ അങ്ങനെയുള്ള ആൾക്കാരാണ് 95%. അപ്പം ഇതൊക്കെ കേട്ടിരിക്കുകയാണെങ്കിലും അവർക്ക് എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിലും മോഡി കെയർ ചെയ്യണമെന്നുള്ളൊരു തീരുമാനം, ആ ഒരു ഉറച്ച തീരുമാനം എടുപ്പിക്കുക എന്നുള്ളതാണ് ക്ലോസിംഗ് ടാക്കിലെ പ്രസന്റേഷനിൽ നമ്മൾ ചെയ്യുന്നത്. വളരെ ക്ലിയർ ആണെന്ന് തോന്നുന്നു ഞാൻ തന്ന മെസ്സേജ്. അപ്പൊ ഈ ഓരോ സെക്ഷനുകളും നമുക്ക് എങ്ങനെയാണ്, നേരത്തെ പറഞ്ഞ പോലെ സാംബശിവൻ സാറ് ഒരു കഥാപ്രസംഗം പ്രസന്റ് ചെയ്യുന്ന പോലെ, മോഹൻലാൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പോലെ, ഈ മാർക്കറ്റിംഗ് പ്ലാൻ നമ്മൾ മറ്റുള്ളവരോട് പ്രസന്റ് ചെയ്യുമ്പം നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് അവരിലേക്ക് ചെല്ലാനും അവർക്കത് മനസ്സിലാക്കാനും അവർ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാനും വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട ശ്രദ്ധകൾ, നമ്മൾ എന്തൊക്കെ തരത്തിലാണ് ഇത് മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അതിനെ പ്രസന്റേഷൻ സ്കിൽസ് എന്നാ പറയുന്നത്. എല്ലാവർക്കും സ്കില്ലുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഒരു അനുഭവം പറഞ്ഞാൽ എത്ര മനോഹരമായിട്ടാണ് ആൾക്കാർ വന്ന് വിവരിക്കുന്നതെന്നറിയാം. അപ്പൊ എല്ലാവർക്കും ആ സ്കില്ലുണ്ടെന്നുള്ളതാണ്. അപ്പൊ ആ സ്കില്ല് ഒരു ട്രെയിനർ എന്നുള്ള നിലയിൽ നമ്മൾ എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് നമുക്ക് നോക്കാം. അപ്പൊ ഒരു ഗുഡ് ട്രെയിനർക്ക് മസ്റ്റായിട്ടുണ്ടായിരിക്കേണ്ട 4-5 ഗുണങ്ങളുണ്ട്. ഒന്ന്, ബി എ ഗുഡ് ലിസണർ. കൂടുതൽ സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ കേൾക്കാനും പഠിക്കാനും തയ്യാറായിരിക്കണം. ചില ആൾക്കാർ പറയും ഡയറക്റ്റ് സെല്ലിങ്ങിൽ ഭയങ്കര വാചാലമായി സംസാരിക്കുന്ന ഒരാൾ വീടിനടുത്തുണ്ട്, അയാൾ ഭയങ്കര സൂപ്പർ ആയിരിക്കും എന്ന് പറയും. പക്ഷെ ഒരിക്കലും അയാളെ കൊണ്ട് ഡയറക്റ്റ് സെല്ലിങ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്നറിയോ? അയാളൊരു ഭയങ്കര ടാക്കറാണ്, പക്ഷെ ലിസണർ അല്ല. കാര്യം ലിസൺ ചെയ്താലേ നോളജ് ഉണ്ടാവുള്ളൂ. കാര്യം ഒരു ട്രെയിനറുടെ രണ്ടാമത്തെ അടിസ്ഥാനപരമായ ഗുണമെന്ന് പറയുന്നത് എ നോളജബിൾ പേഴ്സൺ ആയിരിക്കണം. ബി എ നോളജബിൾ പേഴ്സൺ. അപ്പൊ ആ ക്വാളിറ്റി എപ്പോഴും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, നമ്മൾ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രസന്റ് ചെയ്യണം, സംസാരിക്കണം, അതല്ല പറയുന്നത്. അതല്ലാതുള്ള കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും
ആ മനസ്സിലാക്കി പ്രസന്റ് ചെയ്യാനും നമുക്ക് കഴിയണം. ഇനി മൂന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെയധികം ശ്രദ്ധ നമ്മൾ ചെലുത്തേണ്ട ഒരു മേഖലയാണ്. ഹാവ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. നമ്മളുടെ മനസ്സിൽ ഒരു ആശയമുണ്ട്. ആ ആശയം നമ്മൾ നന്നായി പ്രസന്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ കേട്ടിരിക്കുന്ന ആളില് എന്ത് ചെന്നു എന്നുള്ളതാണ് പ്രധാന വിഷയം. അവർക്കതെങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചു? ഇപ്പൊ നമ്മൾ ഫോൺ എടുത്ത് നമ്മളിവിടെ എത്ര ദൂരം നിന്നാലും നമ്മൾ ഫോണിൽ കൂടെ പറഞ്ഞ വിശേഷം പറഞ്ഞ ആ വിശേഷം കൃത്യമായിട്ട് അവിടെ മറ്റേ ആൾക്ക് കേൾക്കാൻ കഴിയും. അതുപോലെ കേൾക്കാൻ കഴിയണം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ. നിങ്ങളുടെ ആശയം ശരിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയണം. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് മനസ്സിലാകേണ്ടത് എന്താശയമാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. എന്താശയമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാതെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ഒരിക്കലും ഇവന്റിൽ ചെല്ലുമ്പം അത് കറക്റ്റായിട്ട് ചെല്ലില്ല. അപ്പോൾ ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാലാമത്തെ സംഗതി എന്ന് പറയുന്നത് ബി പാഷനേറ്റ്. ഉൾക്കൊണ്ട് ചെയ്യാൻ കഴിയണം. നമ്മളിപ്പോൾ മോഹൻലാലിന്റെ ഒക്കെ അഭിനയങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക്, ഞാനൊരു ഉദാഹരണത്തിന് മോഹൻലാലിനെ പറയാം, മമ്മൂട്ടിയും അതുപോലെ നന്നായി അഭിനയിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അദ്ദേഹത്തിന്റെ അഭിനയം കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം അഭിനയിക്കുകയാണോ ജീവിക്കുകയാണോ എന്ന് നമുക്ക് സംശയം തോന്നും. അപ്പൊ ആ രീതിയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. പക്ഷെ ആൾക്കാർ നോക്കുന്നത് നിങ്ങൾ പറയുന്നത് എങ്ങനെ എന്നുള്ളതാണ്. എന്തു പറഞ്ഞു എന്നുള്ളതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് എങ്ങനെ പറഞ്ഞു എന്നുള്ളത്. അതാണ് പാഷനേറ്റ് ആയിട്ട് പറയാന്ന് പറഞ്ഞാൽ. ചിലപ്പം 10 വാക്കില് പറയേണ്ട കാര്യം പാഷനേറ്റ് ആയിട്ട് പറഞ്ഞ 2 വാക്കിലും ഒരു ആംഗ്യത്തിലും നമുക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റും. ഭയങ്കര സംഭവമായി പാഷൻ എന്ന് പറഞ്ഞാൽ. ഉൾക്കൊണ്ട് ചെയ്യുക, ഇൻവോൾവ് ആയി ചെയ്യുക, ബി പാഷനേറ്റ്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന. അപ്പം അങ്ങനെ ഉള്ള ഒരു ട്രെയിനറുടെ മസ്റ്റ് ക്വാളിറ്റീസ് ആണ്, ബേസിക് ക്വാളിറ്റീസ് ആണ് ഇത്. ഓക്കെ, നമുക്കൊന്നുകൂടെ വിശദമായി നോക്കാം. അപ്പൊ ഒരു ഡയറക്റ്റ് സെല്ലിങ്ങിനെ കുറിച്ച് പറയാൻ പോകുന്ന ഒരാള് മസ്റ്റ് ഹാവ് സ്ട്രോങ് നോളജ് അബൌട്ട് MLM ഇൻഡസ്ട്രി. ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ കുറിച്ച് ഡെപ്ത് നോളജ് ഉണ്ടാക്കണം. നമ്മൾ എല്ലാം പഠിക്കണം മുൻകൂട്ടി. പഠിച്ചിട്ട് നമ്മൾ പറയാൻ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. അപ്പൊ പഠിച്ചു പറയുക എന്താണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഇൻട്രൊഡക്ഷൻ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഞാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷനിൽ എന്താണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ സംഗതി ചെയ്യുന്നതിലുള്ള ഉദ്ദേശം എന്താണ്, ആ ഉദ്ദേശം മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മുടെ സ്പീച്ച് അവിടെ ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ മനോഹരമാകും നമ്മുടെ സ്പീച്ച്. അപ്പം ഈ ഇൻട്രൊഡക്ഷൻ പാർട്ട് മുതൽ നമുക്ക് മനോഹരമായി ചെയ്യാൻ കഴിയും. അപ്പൊ മുൻകൂട്ടി നമ്മൾ അതെല്ലാം പഠിച്ച് എഴുതി സ്ക്രിപ്റ്റ് എഴുതി തയ്യാറാക്കി വെക്കണം. പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ആദ്യം ഒന്നും ശരിയാവില്ല. ഒരു വര ആദ്യം വരച്ച അത്ര തെളിയണമൊന്നുമില്ല. പക്ഷെ ആ വര വീണ്ടും വീണ്ടും ഒരേ സ്ഥലത്ത് വരച്ചോണ്ടിരുന്നാലോ കുറച്ച് കഴിയുമ്പോൾ വളരെ നന്നായി തെളിയും എന്ന് പറയുന്ന കണക്കാണ്. ഇതാരും ജനിക്കുമ്പോഴേ ഒന്നും പ്രാക്ടീസ് ചെയ്തിട്ടൊന്നുമല്ല വരുന്നേ. എല്ലാവരും നേരത്തെ ലേന മനോജ് പറഞ്ഞ പോലെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കണക്ക് വളരെ ബ്ലാങ്ക് ആയിട്ടുള്ളൊരു പാഠമാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. വളരെ ഫലഭൂയിഷ്ടമായ ഒരു പാഠമാണ്. നമ്മൾ അതിലേക്ക് എന്തിട്ട് കൊടുക്കുന്നോ, നിരന്തരം എന്തിട്ട് കൊടുക്കുന്നോ അത് വിളയും. മോഡി കെയറിനെ കുറിച്ചുള്ള അറിവുകൾ നമ്മൾ നിരന്തരം വായിച്ച് കോൺഷ്യസ് മൈൻഡിലൂടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ കൊടുക്കണം. കൊടുത്ത് നമ്മളുടെ ആ
ഇതിനകത്തുള്ള ഒരു വിശ്വാസം വളരെ അങ്ങ് അടിയുറച്ചതായി കഴിഞ്ഞാൽ, നല്ല നോളജ് വരുമ്പോൾ നമുക്ക് ഭയങ്കര വിശ്വാസം വരും. ആ വിശ്വാസം വന്നിട്ട് നമ്മൾ പോയി ട്രെയിനിങ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര പാഷനേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല. ഇന്ത്യയിൽ 140 കോടിയോ ജനതയുള്ള ഇന്ത്യയിൽ ഇന്ന് 10-22,000 കോടി രൂപയുടെ ടേൺ ഓവറേ ഉള്ളൂ. അതേസമയം ഇതേ പോപ്പുലേഷനുള്ള ചൈനയിൽ 3,40,000 കോടിയാണ് കഴിഞ്ഞ വർഷത്തെ ചൈനയിലെ മൊത്തത്തിലെ ടേൺ ഓവർ. അപ്പൊ എന്ത് വളരാനിരിക്കുന്നു? ചൈനയില് ലക്ഷോപലക്ഷം മൾട്ടി ബില്യനേഴ്സിനെയാണ് ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലൂടെ അവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇത് നന്നായി പ്രസന്റ് ചെയ്യാൻ പഠിച്ചാൽ നാളെ നിങ്ങളും ഒരു മൾട്ടി ബില്യണറാ ഈ ഇൻഡസ്ട്രിയിൽ. അപ്പൊ ഇതൊക്കെ നമ്മൾ നന്നായി പഠിച്ചു കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ആവേശം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാ. കാര്യം നമ്മൾ പഠിച്ചിരിക്കുക, ഇതിന്റെ ഡെപ്ത് നമുക്കറിയാം. അപ്പൊ അങ്ങനെയാണ് പാഷൻ വരുന്നത്. അപ്പം രണ്ടാമത്തെ സംഗതി എന്ന് പറയാം, ഹാവ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് ഒരു ട്രെയിനറുടെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ. അത് വളരെ ക്ലാരിറ്റി ആയിട്ട് സംസാരിക്കണം, കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കണം. ആ കേട്ടിരിക്കുന്ന പ്രോസ്പെക്റ്റിന്റെ അറ്റൻഷൻ നമുക്ക് കിട്ടുന്ന രീതിയിൽ വേണം നമ്മുടെ വോയിസ് മോഡുലേഷനൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരെ അറ്റൻഷൻ കിട്ടുമ്പോൾ തന്നെ അവർ ശ്രദ്ധിച്ചിരിക്കും, നമ്മൾ പറയുന്ന കാര്യം കൃത്യമായി അവരിലേക്ക് ചെല്ലും. ഇപ്പൊ ക്ലാരിറ്റി ഉണ്ടാവണം, കോൺഫിഡന്റ് ആയിരിക്കണം, പ്രോസ്പെക്റ്റിന്റെ അറ്റൻഷൻ പിടിക്കുന്ന രീതിയിലുള്ള വോയിസ് മോഡുലേഷൻസ് നമ്മൾ യൂസ് ചെയ്യണം. അപ്പൊ കമ്മ്യൂണിക്കേഷൻ പെർഫെക്റ്റ് ആവും. അപ്പൊ സ്ക്രിപ്റ്റ് എഴുതുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏത് പ്രസന്റേഷന് മുമ്പും. ഇതൊക്കെ തുടക്കത്തിലാണ് നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് എഴുതേണ്ടി വരുന്നത്. നിങ്ങൾ പ്രസന്റ് ചെയ്ത് വരുമ്പോൾ പിന്നെ സ്ക്രിപ്റ്റിന്റെ ഒന്നും ആവശ്യമില്ല. കാര്യം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എല്ലാം പതിഞ്ഞു കഴിഞ്ഞ് പിന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് വരും. അപ്പൊ തുടക്കത്തിൽ നമ്മൾ എടുക്കുന്ന തയ്യാറെടുപ്പുകൾ, പ്രസന്റേഷന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന തയ്യാറെടുപ്പുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏറ്റവും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹാവ് എ ക്രിയേറ്റീവ് തിങ്കിങ് ഒരു പ്രസന്റർക്ക് വേണ്ടുന്നതാണ്. കാര്യം ഓരോ ഓഡിയൻസിലും ഒരേ കാര്യം തന്നെ നമുക്ക് ഡിഫറൻ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ കഴിയും. പ്രസന്റ് ഡിഫറൻ്റ്ലി, വ്യത്യസ്തമായി നമുക്ക് പ്രസന്റ് ചെയ്യാൻ കഴിയും. അങ്ങനെയുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് ഉള്ള ആൾക്കാർക്കാണ് അങ്ങനെ ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ കഴിയുന്നത്. ഒരേ കാര്യമായിരിക്കും, ഒരേ സ്വപ്നത്തിനെ കുറിച്ച് പറയുന്ന ഒരാളായിരിക്കും. അപ്പൊ അത് നമുക്ക് കണക്ട് ചെയ്ത് വ്യത്യസ്തമായി ആൾക്കാരോട് പറഞ്ഞാൽ ആൾക്കാർ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആവും നിങ്ങളുടെ സ്പീച്ച് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരു ക്രിയേറ്റീവ് തിങ്കിങ് ഉണ്ടാവണം. മസ്റ്റ് ഹാവ് ആൻ ഐഡിയ അബൌട്ട് വാട്ട് ഈസ് ടു ബി ട്രെയിൻ. ഇത് ഭയങ്കര രസകരമായ സംഗതിയാണ്. ഞാൻ ഈ ട്രെയിനിങ്ങിന് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അവരെ പ്ലാൻ പ്രസന്റേഷൻ വേണ്ടി വിളിച്ചിട്ട് അവരോട് പറയും, മോഡി കെയറിന്റെ ഹിസ്റ്ററി വന്ന് പറയാൻ പറയും. മോഡി കെയറിന്റെ ഹിസ്റ്ററി പറയാൻ കയറുന്ന ആള് വന്നിട്ട് ഡയറക്ട് സെല്ലിംഗ് എന്താണെന്നും ഇതിൽ കൊടുക്കുന്ന വരുമാനങ്ങൾ എന്താണെന്നും പ്രോഡക്റ്റ് എന്താണെന്നും മൊത്തം പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകും. മോഡി കെയറിനെ കുറിച്ച് മാത്രം ഒന്നും പറയത്തില്ല. പലപ്പോഴും സംഭവിക്കുന്ന 100 ആൾക്കാർ. അപ്പൊ ഞാൻ അപ്പോഴേ പ്രസന്റേഷൻ കഴിയുമ്പോൾ നന്നായിരുന്നു പറയാം, എന്നിട്ട് ക്ലിപ്പിട്ടിട്ട് ചോദിക്കും ഞാൻ, എന്തായിരുന്നു നിങ്ങളെ ഏൽപ്പിച്ചിരുന്നത്? അത് മോഡി കെയറിനെ കുറിച്ച്, മോഡി കെയർ കമ്പനിയെ കുറിച്ച് പറയാനാണ് ഏൽപ്പിച്ചത്. കമ്പനിയെ കുറിച്ച് പറയുമ്പം മോഡി ഗ്രൂപ്പിന്റെ പാരമ്പര്യവും മോഡി കെയറിന്റെ സക്സസ് മാത്രമാണ് അവിടെ പറയേണ്ടത്. ആർക്കും വിശ്വസിക്കാൻ നല്ലൊരു കമ്പനി അത്രേ പറയണ്ടു. 3 മിനിറ്റ് മതി മാക്സിമം. ഈ പുള്ളിക്കാരൻ വന്ന് ബാക്കിയുള്ളവർ പറയാനിരുന്ന മൊത്തം കാര്യങ്ങളും ഒരു 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞിട്ട് പോകും. ഏൽപ്പിച്ച കാര്യം പറയത്തില്ല. അപ്പം
നമ്മളെ എന്താണ് ഏൽപ്പിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് ടു ബി ട്രെയിൻഡ്, ആ സബ്ജക്റ്റ് എന്താണ്, അത് നമ്മുടെ മനസ്സിൽ കൃത്യമായി വേണം. എന്നിട്ട് ആ സംസാരിക്കേണ്ട സബ്ജക്റ്റിനെ കുറിച്ചൊരു ക്ലിയർ ഐഡിയ നമ്മൾ തയ്യാറാക്കണം. എൻ്റെ ഇടയ്ക്ക് മോഡിക്കനെ കുറിച്ചാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ പറയുന്നതെന്നുണ്ടെങ്കിൽ മോഡിക്കന്റെ കമ്പനിയെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ അതിലെന്ത് പറയണം, അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് ആണ് പറയണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എത്ര പോയിന്റ് ആണ് പറയേണ്ടത്, ക്ലിയർ പിക്ചർ ഉണ്ട്. ആ പാർട്ട് മാത്രമേ അവിടെ പറയാവൂ. ബാക്കിയുള്ള പാർട്ടുകൾ പറയാൻ വേറെ ആൾക്കാരുണ്ട്, അവര് പറയും ക്ലിയർ ആയിട്ട്. അത് ഈ പുള്ളിക്കാരൻ വന്ന് 10 മിനിറ്റ് കൊണ്ട് ഒന്നും ക്ലിയർ ആയിട്ട് പറയാതെ, ഒന്നും ആർക്കും പറയാതെ, മനസ്സിലാവാതെ അവസാനം ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരനും ഒരു അറിയത്തില്ല എന്താ പറഞ്ഞിട്ട് പോയെന്ന്. മനസ്സിലായില്ലേ? അങ്ങനെയല്ല പ്രസന്റേഷൻ. നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് പ്രൊഫഷണലായി ചെയ്യണം നമ്മൾ. അപ്പൊ എന്താണ് നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടത്, ആ സബ്ജക്റ്റ് എന്താണ്, ക്ലിയർ ആയിരിക്കണം. ആ സബ്ജക്റ്റിൽ നിന്ന് മാത്രം സംസാരിക്കണം നമ്മൾ. ദെൻ ഞാൻ മനസ്സിലായെന്ന് തോന്നുന്നു നിങ്ങൾക്ക്. ഞാൻ തന്ന മെസ്സേജ് ക്ലിയർ ആയിരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് വേറെ കാര്യങ്ങൾ എടുത്തിട്ട് ഉഴപ്പിക്കരുത്. ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചാൽ, ഇപ്പൊ ഡയറക്റ്റ് സെല്ലിങ്ങിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് മാത്രമേ അവിടെ പറയാവൂ, വേറൊന്നും അതിൻ്റെ കൂടെ കേട്ടരുത്. പ്രോഡക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇൻകം പ്ലാനിനെ കുറിച്ചോ ബെനിഫിറ്റ്സിനെ കുറിച്ചോ അവിടെ കയറ്റാൻ പാടില്ല. ആ സബ്ജക്റ്റ് മാത്രം നമ്മൾ നന്നായി പ്രസന്റ് ചെയ്യുക. ആ ഇരിക്കുന്ന ആളെ എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ട് നമ്മൾ പിൻവാങ്ങണം, പ്രസന്റ് ചെയ്തിട്ട് പിൻവാങ്ങണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ. ദെൻ എൻകറേജ് എൻഗേജ്മെന്റ്. ഒരു നല്ല പ്രസന്റർ എപ്പോഴും സ്വന്തമായി തന്നെ വന്നിരുന്ന് പ്രസന്റ് ചെയ്യല്ല ചെയ്യുന്നത്. അതിനിടയ്ക്ക് നമ്മൾ ആൾക്കാരെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, അവരോട് ഇടയ്ക്കിടയ്ക്ക് ഓരോ ചോദ്യം ചോദിക്കും. അപ്പൊ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ സംവിധാനം ഇടനിലക്കാരെയും പരസ്യക്കാരെയും ഒഴിവാക്കിയിട്ട് നേരിട്ട് പ്രോഡക്റ്റ് ഇടണം. പരസ്യമില്ലാതെ ക്വാളിറ്റി പ്രോഡക്റ്റ് തരും. ഇപ്പൊ പരസ്യമില്ലാതെ ക്വാളിറ്റി പ്രോഡക്റ്റ് തരുന്നത് നല്ല കാര്യമല്ലയോ? നമ്മൾ ആരോട് ചോദിക്കും? ഓഡിയൻസിനോട് ചോദിക്കും. അപ്പം പോസിറ്റീവായിട്ട് ഇരിക്കുന്ന ഒരാളോട് ചോദിക്കണം. അപ്പൊ അദ്ദേഹം പറയും, തലയാട്ടിയിട്ട് പറയും നല്ല കാര്യമാണെന്ന്. അപ്പൊ ഇത് നല്ല കാര്യമാണെന്ന് ആ ഇരിക്കുന്ന 10 പേരുണ്ടെങ്കിൽ 10 പേരുടെ മനസ്സിലും അതങ്ങ് പതിഞ്ഞു. നിങ്ങൾ പറയുന്നതിനേക്കാളും വ്യക്തമായിട്ട് ആ ചോദ്യം ചോദിച്ച ആളിന്റെ റെസ്പോൺസ് ആണ് ആൾക്കാരുടെ മനസ്സിൽ പതിയുന്നത്. അതാണ് എൻകറേജ് എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ നോക്കണം ആ പ്രസന്റേഷന് ആരാണ് പോസിറ്റീവ് ആയിട്ടിരിക്കുന്നത്. തുടക്കത്തിലെ നെഗറ്റീവ് ആയിട്ടിരിക്കുന്ന ആളുടെ എടുത്തിട്ട് കൊടുക്കരുത്. അതൊക്കെ ഒരു കോമൺ സെൻസ് ആണ്. അപ്പൊ ആ രീതിയിൽ ആൾക്കാരെ എൻഗേജ് ചെയ്യിക്കണം. എന്ന് വെച്ചിട്ട് അവർ കൂടുതൽ എൻഗേജ് ചെയ്ത് മീറ്റിങ്ങിന്റെ ആ ഒരു എയിം മാറാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. ഓക്കെ, ബി എ ഗുഡ് ലിസണർ ആൻഡ് പേഷ്യന്റ്. ആൾക്കാർ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പം ആൾക്കാർ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ പറയുകയാണെങ്കിൽ നമ്മളൊരു നല്ല ലിസണറായി അവരെ കേട്ട് കഴിഞ്ഞാൽ തന്നെ 95% പ്രശ്നം തീരും. ഇനി ഒരു പ്രശ്നക്കാരനാണോ അയാൾ വന്നിരുന്ന് എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ കേൾക്കുക, അതിനോടൊപ്പം നമ്മൾ യോജിക്കുക. ആ ശരിയാണ്, എനിക്കും ആദ്യം അങ്ങനെ തന്നെയാണ് തോന്നിയത്. ഇപ്പം കേട്ടോണ്ടിരിക്കുന്ന ഒരാൾ പറയാണ്, അയ്യോ ഇതൊരു മണി ചെയിൻ എന്ന് പോലുള്ള പരിപാടിയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ പറയരുത് ഇതൊന്നും മണി ചെയിൻ ഒന്നും അല്ലെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കയർക്കാനൊന്നും പോകരുത്. അദ്ദേഹം അങ്ങനെ ചോദിക്കുകയാണെന്നെങ്കിൽ ഉടനെ പറയണം, ശരിയാണ് ചേട്ടൻ പറയുന്ന പോലെ ഞാനും ആദ്യം കേട്ടപ്പം അങ്ങനെ തന്നെയാ വിചാരിച്ചിരുന്നത്. കേട്ടോ, നമ്മൾ അവരെ പാർട്ടായി, നമ്മൾ ക്ഷമയോടെ അവരെ പാർട്ടായി. പിന്നീട് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി മണി ചെയിനും ഇതിനുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ളത്. മണി ചെയിൻ ഇല്ലീഗൽ ബിസിനസ്സുമാണ്, ഇത് ലീഗൽ ബിസിനസ്സുമാണ്. കണ്ടോ? അപ്പൊ ആ ഇരിക്കുന്ന ആള് നമ്മളെ ഭാഗത്തേക്ക്, നമ്മൾ അവരെ ഭാഗത്തേക്ക് എന്നപ്പം രണ്ടാമത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അവർ അക്സെപ്റ്റ് ചെയ്തു. കണ്ടോ? അപ്പൊ അവരെ നമ്മൾ ശ്രദ്ധിക്കുക, കപ്പാസിറ്റി ടു ലിസൺ. ഇപ്പൊ ചേട്ടന് മനസ്സിലായോ? ക്ലിയർ ആയോ? റൈറ്റ് ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കുക, അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുക, ഒരു ഗുഡ് ലിസണർ ആകുക. ദെൻ
അപ്പൊ നമ്മളെല്ലാവരും സബ്ജക്റ്റ് പഠിക്കും. പഠിച്ചു കഴിഞ്ഞാൽ ഒരു പ്രസന്റേഷനിൽ നമ്മുടെ വോയിസ് മോഡുലേഷനിൽ വളരെ പ്രാധാന്യമുണ്ട്. നമ്മളിപ്പം ചില ആൾക്കാർ ഈ പ്രസന്റ് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നമ്മൾ 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ ഈ സോഷ്യൽ സ്റ്റഡീസ് വായിക്കുമല്ലോ പുസ്തകം. സോഷ്യൽ സ്റ്റഡീസ് പുസ്തകം വായിക്കുന്ന പോലെ ഈ പ്ലാൻ പ്രസന്റ് ചെയ്തിട്ട് പോയാൽ ശരിയാവില്ല. കാര്യം അതിന് ചിലയിടത്ത് ഉയർച്ച താഴ്ചകളൊക്കെ വരണം. അപ്പൊ അതിലേക്ക് പോകാം, നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഗുഡ് വോയിസ് മോഡുലേഷൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ലൗഡ് ആൻഡ് ക്ലിയർ. ഉച്ചത്തിലായിരിക്കണം, ക്ലിയർ ആയിരിക്കണം, പക്ഷെ വിളിച്ചു പോവാൻ പാടില്ല. ഉച്ചത്തിലായിരിക്കണം, ക്ലിയർ ആയിരിക്കണം, പക്ഷെ വിളിച്ചു പോവാൻ പാടില്ല. മോഡിക്കർ ഭയങ്കര സംഭവമല്ലേ, ഇങ്ങനെയൊക്കെ വന്ന് കിടന്ന് ബേളം വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പേടിച്ചു പോകത്തേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ഇതെന്താ കുഴപ്പമെന്ന് വിചാരിക്കും. നമ്മള് മോഡിക്കർ എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവമാണ്. അപ്പം നമ്മൾ പറയുമ്പം നമ്മളുടെ വാക്കുകൾ വളരെ ദൃഢമാണ്, നമ്മുടെ മുഖത്തെ എക്സ്പ്രഷൻസ് ക്ലിയർ ആണ്, നമ്മുടെ ആംഗ്യ ഭാഷകൾ ക്ലിയർ ആണ്. ഒത്തിരി സൗണ്ട് വയ്ക്കുന്നില്ലല്ലോ, കേൾക്കുന്നവർക്ക് അങ്ങ് ചെല്ലണം. പ്രാക്ടീസ് വേരിയേഷൻ. ചിലയിടത്ത് നമ്മൾ സൗണ്ട് കുറച്ച് പറയണം, ചിലയിടത്ത് കൂട്ടി പറയണം. നമ്മളിപ്പം ഒരു പ്രസന്റേഷന് പറയാണ്, കേരളത്തിൽ തന്നെ എത്രയോ സാധാരണക്കാരെ ലക്ഷാധിപതികളാക്കിയിട്ടുള്ള ഒരു ബിസിനസ് അവസരമാണ് മോഡി കെയർ. കേരളത്തിൽ തന്നെ എത്രയോ ആൾക്കാരെ ലക്ഷാധിപതികളാക്കിയിട്ടുള്ള പ്രൂവൺ ഓപ്പർച്യൂണിറ്റിയാണ് മോഡി കെയർ. അപ്പൊ ലക്ഷാധിപതികളാക്കിയിട്ടുള്ള എന്ന് പറയുന്നത് ആ വേർഡ് നമ്മൾ കുറച്ച് ഉച്ചത്തിൽ പറയും. അവിടെ ഒരു വേരിയേഷൻ. കാര്യം ഈ വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരാളിന്റെ മനസ്സിൽ അവനൊരു ലക്ഷം മാസ വരുമാനം നേടണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹത്തെ പിടിച്ചുണർത്താനാണ് ചില വാക്കുകൾ നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. അപ്പൊ ഓരോ വാക്കുകളിലും ഓരോ സെന്റൻസുകളിലും പ്രസന്റേഷനിലെ ഓരോ സെന്റൻസുകളിലും ശബ്ദം ഉയർത്തിയും കുറച്ചും പറയേണ്ടുന്ന വാക്കുകൾ ഉണ്ടാവും. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെക്കണം. ചെയ്ത് വെച്ചിട്ട് കുറച്ച് പറയേണ്ടടുത്ത് കുറച്ച് പറയുകയും കൂട്ടി പറയേണ്ടടുത്ത് കൂട്ടി പറയുകയും വേണം. അപ്പൊ ആ രീതിയിൽ സ്ട്രെസ് ഓൺ പവർഫുൾ വേർഡ്സ്, വളരെ പവർഫുൾ ആയിട്ടുള്ള വേർഡുകൾ, അത്തരം വേർഡുകൾ നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയണം. ഇപ്പൊ നമ്മള് ഈ ഇൻകം പ്ലാനിനെ കുറിച്ച് പറയാണ്. ഇൻകം പ്ലാനിനെ കുറിച്ച് പറയുമ്പോൾ 33% റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടും, 10% റീപർച്ചേസ് ഓഫർ കിട്ടും, 25% ലോയൽറ്റി ഇൻകം കിട്ടും, മൊത്തം 68% വിൽപ്പന ലാഭം. ഒരു കമ്പനി പ്രോഡക്റ്റ് വിറ്റാൽ വിൽക്കുന്ന കടക്കാരന് കിട്ടുന്നത് വെറും 5% മാത്രമാണ്. ആ സ്ഥാനത്താണ് മോഡി കെയർ 68% കൊടുക്കുന്നത്. കണ്ടോ, ആ സ്ഥാനത്താണ് മോഡി കെയർ 68% കൊടുക്കുന്നത്. അപ്പൊ ആ 68% കൊടുക്കുന്ന ലാഭം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതൊന്ന് സ്ട്രെസ് ചെയ്ത് പറയണം. കാര്യം ഈ വന്നിരിക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ കയറണം. ചിലപ്പോൾ ഏതെങ്കിലും ഒരാൾ കുറച്ച് ഒരു 10,000 രൂപ ഒരു പ്രോഡക്റ്റ് മാസം തോറും വിറ്റ് 10,000 രൂപ വരുമാനം ഉണ്ടാക്കാം എന്ന് ആഗ്രഹിച്ചു വന്നിരിക്കുന്നവനാണെങ്കിൽ അവന്റെ മനസ്സിൽ അത് സ്ട്രെസ് ആയി അവൻ അപ്പോഴേ ജോയിൻ ചെയ്യാനുള്ള തീരുമാനം അവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ പ്രസന്റേഷനിലൂടെ സംഭവിക്കുന്നതാണ്. ദെൻ ക്രിയേറ്റ് എ ക്രൗഡ് പ്ലീസിങ് സ്പീച്ച്. വന്നിരിക്കുന്ന ആൾക്കാരുടെ മുഖത്തൊക്കെ നോക്കി ചിരിച്ച് അവരിലൊരാളായി നമ്മൾ സംസാരിക്കണം. അപ്പൊ ലേന മനോജ് പലപ്പോഴും വന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാര്യം ലേന മനോജ് ഒരു ട്രെയിനറായിട്ട് വന്നാലും ശരി തന്നെ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരാളായിട്ട് ലേന മനോജ് പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ അത് ക്രൗഡ് പ്ലീസിങ് സ്പീച്ച് ആണ് വരുന്നത് ഇവിടെ. അപ്പൊ ആ രീതിയിൽ
ആൾക്കാർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന രീതിയിൽ, കേട്ടോണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല നമ്മുടെ പ്രസന്റേഷന്റെ ഇടയിൽ. അവർക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന മയപ്പെടുത്തിയ വാക്കുകൾ, ഏത് വാക്ക് നമുക്ക് മയപ്പെടുത്തിയും പറയാം, അല്ലാതെയും പറയാം. അതാണ് പ്ലീസിങ് സ്പീച്ച് എന്ന് പറയുന്നത്. ഒരു ഒഴുക്കുണ്ടെങ്കിൽ, ഒരു ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ ആൾക്കാർക്ക് കേട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അല്ലാതെ ഒരേ സൗണ്ടിൽ അങ്ങ് പറഞ്ഞു പോകുന്നതും ഏറ്റക്കുറച്ചിലൂടെ പറയുന്നതും നല്ല നല്ല വാക്കുകൾ ഇടയ്ക്ക് ആഡ് ചെയ്യുന്നതും നമുക്ക് ലക്ഷാധിപതികളാകാം, നമുക്ക് വിദേശ യാത്ര ചെയ്യാൻ കഴിയും, 5 പൈസ ചെലവില്ലാതെ വിദേശ യാത്ര ചെയ്യാൻ കഴിയും മോഡി കെയറിൽ നിങ്ങൾ അസോസിയേറ്റ് ചെയ്ത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ അവരെ മനസ്സിനെ തുടിപ്പിക്കുന്ന രീതിയിൽ ചിലയിടത്തൊക്കെ വന്നിട്ട് നമ്മളൊരു പോസ് കൊടുക്കണം. ഇപ്പൊ നമ്മൾ മനസ്സിനെ തുടിപ്പിക്കുന്ന രീതിയിൽ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ് കൊടുത്തു. അപ്പൊ 5 പൈസ ചെലവില്ല നമുക്ക് വിദേശ യാത്ര ചെയ്യാം മോഡിക്കില്ല. അത് എല്ലാ വർഷവും ചെയ്യാം. ഒരു ചെറിയ ഗ്യാപ്പ് കൊടുക്കണം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടൊരു ചെറിയ ഗ്യാപ്പ് കൊടുക്കണം. കാര്യം അത് അവരിലേക്ക് ചെല്ലണം. നേരത്തെ പറഞ്ഞില്ലേ, കമ്മ്യൂണിക്കേഷൻ. അപ്പൊ അവരുടെ മനസ്സിൽ അത് എല്ലാ വർഷവും ചെയ്യാറില്ലേ, അത് കൊള്ളാലോ എന്നൊരു തോന്നല് അവരുടെ മനസ്സിൽ ജനിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളൊരു പോസ് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ സ്പീച്ചിൽ ഇതെല്ലാം വരണം. അപ്പൊ സൗണ്ട് എന്തൂസിയാസ്റ്റിക് ആൻഡ് കോൺഫിഡന്റ്. ഒരു എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരാൾ വന്നിരുന്നു, എല്ലാ വർഷവും വിദേശ യാത്ര ചെയ്യാൻ പോകാൻ കഴിയും കേട്ടാ എന്ന് പറയുന്നതും മോഡി കെയറിലൂടെ എല്ലാ വർഷവും നമുക്ക് വിദേശ യാത്ര ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. അപ്പൊ ആ എന്തൂസിയാസം വരണം നമ്മൾ വാക്കുകളിൽ. നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ആദ്യമൊക്കെ ചിലപ്പം ലോ പിച്ചിൽ, ലോ എനർജിയിലായിരിക്കും നമുക്ക് സംസാരിക്കാൻ കഴിയുന്നത്. പക്ഷെ നമ്മൾ ശരിയായിട്ട് ഈ നോളജൊക്കെ വന്നിട്ട് നമ്മൾ ഈ വോയിസ് മോഡുലേഷനൊക്കെ മനസ്സിലാക്കി കഴിയുമ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യും. പലതവണ പ്രാക്ടീസ് ചെയ്യണം. ഞാനൊക്കെ ആദ്യം പ്രാക്ടീസ് ചെയ്തതെന്ന് പറയാൻ വലിയ രസമാണ്. ഞാൻ ഈ ബിസിനസ് പ്ലാൻ ആദ്യമായിട്ട് പറയുന്നത് ലേന മനോജിനോടാണ്. പുള്ളിക്കാരെ വിളിച്ച് ഞാനൊരു കസേരയിൽ, ഇവിടെ ഒരു ചുരുൾ കസേരയുണ്ട്, ഇരുത്തിയിട്ടാണ് ഞാൻ പ്രസന്റേഷൻ തുടങ്ങുന്നത്. പ്രസന്റേഷൻ തുടങ്ങി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കാണാൻ പുള്ളിക്കാരി ഇരുന്ന് ഉറക്കമായി. പക്ഷെ ഞാൻ നിർത്തിയില്ല. ഞാൻ പറയാനുള്ളത് മൊത്തം പറഞ്ഞിട്ടാണ് നിർത്തിയത്. കാര്യം അന്ന് മോഡി കെയറിൽ ലേന മനോജ് ഇൻവോൾവ് അല്ല. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് വേണമെങ്കിൽ കണ്ണാടിയുടെ മുമ്പ് വെച്ചിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. കുളിക്കുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്യാം. എനിക്ക് വളരെ അതിശയകരമായി തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റഫീഖ് റഹ്മാൻ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും പറയുന്ന ഒരു മീൻ കച്ചവടക്കാരനുണ്ട്. പുള്ളിയുടെ വീട്ടിനടുത്തൊരു വലിയ വയലുണ്ട്. ആ വയലിൽ കൂടെ, വയലിന്റെ വരമ്പിൽ അവിടെ ഒരു വീതി കൂടിയ വഴിയുണ്ട്. ആ വഴിയിൽ കൂടെ മീനെടുത്ത് നാട്ടിൽ കച്ചവടം ചെയ്യാൻ വേണ്ടി പോകണം. അപ്പൊ ആ വയലിന്റെ അവിടെ എത്തുമ്പോൾ പുള്ളി മീൻ കച്ചവടം, മീൻ കൊട്ടയും ബാക്കി വെച്ചിട്ട് ഉറക്കെ മോഡി കെയറിന്റെ ബിസിനസ് പ്ലാൻ പുള്ളി പറയുമായിരുന്നാ പറഞ്ഞ. പുള്ളിയുടെ ഒരു അനുഭവം ഷെയർ ചെയ്യുന്നത് ഞാൻ കേട്ടതാണ് ഒരു പ്രസന്റേഷനിൽ. അങ്ങനെയാണ് പുള്ളി പ്ലാൻ പ്രസന്റേഷനിൽ കോൺഫിഡന്റ് ആയി. 3.5 ലക്ഷം രൂപയാണ് ഇപ്പോൾ ഒരു റഫീഖ് റഹ്മാന്റെ ഒരു മാസത്തെ വരുമാനം. ഡബിൾ റെഡ് ഡയമണ്ട് ഡയറക്ടറാണ്. അപ്പൊ ആർക്കും കഴിയുമെന്നേ, ആർക്കും കഴിയും. അപ്പൊ നമ്മൾ ഡ്രസ്ഡ് ഫോർ ദി പ്രൊഫഷൻ. ഇപ്പൊ നമ്മൾ ഒരു വീട്ടിലൊക്കെ നമ്മൾ ഈ പ്ലാൻ പ്രസന്റ് ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയാൽ മതി. കോട്ടൊന്നും ഇട്ടുകൊണ്ട് പോകാനൊന്നും പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു ഹോൾ പ്രസന്റേഷനിൽ പോവുകയാണെങ്കിൽ, ഒരു ഹോം മീറ്റിങ്ങിന് പോവുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കോട്ടിട്ടിട്ട് നമുക്ക് പോവാം. കോട്ടിട്ടിട്ട് 2 വീലറിൽ പോയി ഇറങ്ങരുത്, അല്ലെങ്കിൽ സൈക്കിളിൽ പോയി ഇറങ്ങരുത്. കോട്ടിട്ടിട്ട് കാറിൽ പോയി ഇറങ്ങണം. അതല്ല നിങ്ങൾക്ക് കാറില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ഡ്രസ്സ് ഇട്ടാൽ മതി. ബൈക്കിലാണ് പോകുന്നത്, സാധാരണ ഡ്രസ്സ് ഇട്ടാൽ മതി. എന്നിട്ട് നല്ല തേച്ച് മിനുക്കി നല്ല നീറ്റായിരിക്കണം. അപ്പൊ ആ രീതിയിൽ ചെയ്യണം. അതാണ് ഡ്രസ്ഡ് ഫോർ ദി പ്രൊഫഷൻ ആൻഡ് സിറ്റുവേഷൻ. സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഡ്രസ് ചെയ്യാന്നുള്ളത് പ്രസന്റേഷൻ ഇംപ്രൂവ് ചെയ്യാവുന്നതിലും വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ദെൻ അട്രാക്റ്റീവ് ബോഡി ലാംഗ്വേജ്. ബോഡി ലാംഗ്വേജ് എന്ന് പറയുമ്പോഴത്തേക്ക് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുക. ഫേഷ്യൽ എക്സ്പ്രഷൻ, നിങ്ങളുടെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ്, ഐ കോണ്ടാക്ട്, കണ്ണിന്റെ കോണ്ടാക്ട്, പോസ്റ്റർ, നിങ്ങളുടെ ഭാവം,
ഓ അവന്റെ ഭാവം കണ്ടോ, ഭയങ്കര ഗമയായിട്ട് നിൽക്കുന്നല്ലോ എന്നൊക്കെ പറയത്തില്ലയോ, ആ ഭാവം. പിന്നെ ജസ്റ്റേഴ്സ്, ഈ ഷോൾഡർ അനങ്ങുന്നതും കൈ അനങ്ങുന്നതും മികച്ച ആംഗ്യം എന്ന് പറയുന്നത് ജസ്റ്റേഴ്സ്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നാണ് ബോഡി ലാംഗ്വേജ്. ഇതെല്ലാം നല്ലതായിരിക്കുമ്പം പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമ്മളൊരു പ്രസന്റേഷന് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം ഇമ്പോർട്ടൻ്റ്. അട്രാക്റ്റീവ് ബോഡി ലാംഗ്വേജ് ഉണ്ടാകും, നമ്മൾ നിൽക്കുന്ന രീതി. ചില ആൾക്കാർ വന്നിട്ട് ആദ്യമേ വന്ന് രണ്ട് കൈയും എടുത്ത് അങ്ങ് പോക്കറ്റിലിടും. എത്രയോ പേര്, ചിലര് ഫ്രണ്ടിൽ കുരുത്ത് വയ്ക്കും, ചിലര് ബാക്കിൽ കുരുത്ത് വയ്ക്കും കൈ. അപ്പൊ ആ പോസ്റ്റർ, നമ്മൾ ഒരു പ്രസന്റേഷന് ഒരു പാർട്ട് നിങ്ങൾ ചെയ്യാൻ പോയാൽ നിങ്ങളുടെ പോസ്റ്റർ എങ്ങനെ ഉണ്ടായിരിക്കണം എന്നുള്ളത് നിങ്ങൾ നേരത്തെ പ്രാക്ടീസ് ചെയ്യണം. ഓരോ വാക്കുകൾ പറയുമ്പോൾ നിങ്ങളുടെ മുഖത്തെ എക്സ്പ്രഷൻസ്, ചിലയിടത്തൊക്കെ നമ്മുടെ കണ്ണുകളൊന്ന്, അവരെ മുഖത്ത് നോക്കി കണ്ണുകളൊന്ന് വികസിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് പറയണം 4 ലെഗിനെ ലീഡർഷിപ്പ് ലെവലിൽ കൊണ്ടുവന്നാൽ, ഓരോ ലെഗിലും 3 ഡയറക്ടേഴ്സ് വന്നാൽ മതി, 3 ഡയറക്ടേഴ്സ് വന്നാൽ മതി ലീഡർഷിപ്പ് ലെഗ്. അങ്ങനെ 4 ലെഗില്, ഒരു ലെഗ് ലീഡർഷിപ്പ് ആയി കഴിഞ്ഞാൽ 25,000 രൂപ കിട്ടും, രണ്ടാമത്തെ ലെഗ് ലീഡർഷിപ്പ് ആയ 50,000 രൂപ കിട്ടും, മൂന്നാമത്തെ ലെഗ് ലീഡർഷിപ്പ് ആയ 75,000 രൂപ കിട്ടും. 4 ലെഗിനെ ലീഡർഷിപ്പിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ മാസ വരുമാനം കിട്ടും. കണ്ടോ, ആ 1 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുഖം അങ്ങ് വിടരണം, നിങ്ങളുടെ കൈ ഇങ്ങനെ ചൂണ്ടി 1 ലക്ഷം രൂപ, ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടിരിക്കുകയാണ് ഈ വിരല്. 1 ലക്ഷം രൂപ മാസ വരുമാനം കിട്ടും. അപ്പൊ നിങ്ങളുടെ കണ്ണുകൾ വികസിക്കണം. എന്തിനാണെന്നറിയോ, ഇത് കണ്ടു കഴിയുമ്പം ഈ കേട്ടിരിക്കുന്ന ആളിന്റെ മുഖവും വികസിക്കും, അവന്റെ മനസ്സിനും 1 ലക്ഷം രൂപ, എനിക്ക് നേടണം 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ എൻ്റെ ലൈഫിൽ വന്ന എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്, എനിക്ക് എന്തെല്ലാം കാര്യം ചെയ്യാൻ കഴിയും, അതാ കേട്ടിരിക്കുന്ന ആളിന്റെ മനസ്സിനെ ഉണർത്തിയെടുക്കാൻ കഴിയണം, അവനെ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയണം. അപ്പൊ ആ ബോഡി ലാംഗ്വേജ് അട്രാക്റ്റീവ് ബോഡി ലാംഗ്വേജ് ആയിരിക്കണം. കേട്ടിരിക്കുന്ന ആൾക്ക് ഡിസിഷൻ മേക്കിംഗ് എടുക്കാനും അവനും ഇത് കിട്ടുമെന്ന് തോന്നുന്ന രീതിയിൽ, എനിക്കും കിട്ടണമെന്ന് തോന്നുന്ന രീതിയിലുള്ള ബോഡി ലാംഗ്വേജ് കൊണ്ടുവരാൻ കഴിയണം. ദെൻ പ്രസന്റേഷൻ മസ്റ്റ് ബി ക്രിസ്പി. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വ്യക്തമായ ആശയങ്ങൾ ക്ലാരിറ്റിയോടെ പ്രസന്റ് ചെയ്യുന്നതാണ് ക്രിസ്പി എന്ന് പറയുന്നത്. ഇപ്പം എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് ഇടനിലക്കാരെയും പരസ്യക്കാരെയും ഒഴിവാക്കി നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് നേരിട്ട് ഉപഭോക്താവിൽ എത്തിക്കുന്ന ഒരു വിതരണ രീതിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഉപഭോക്താക്കളുടെ ഒരു നെറ്റ്വർക്കിലൂടെയാണ് ഈ ഉൽപ്പന്നങ്ങൾ വിൽക്കപ്പെടുന്നത്. കഴിഞ്ഞു ഡയറക്റ്റ് സെല്ലിംഗ് എന്താണെന്ന് ഒറ്റ വാക്കി പറയാം, ക്രിസ്പിയാണ്, ക്ലാരിറ്റിയാണ്. ഇനി ഡയറക്റ്റ് സെല്ലിംഗ് നിങ്ങൾക്ക് അരമണിക്കൂർ നേരം നമുക്ക് പറയാൻ കഴിയും. എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരമണിക്കൂർ പറയാൻ കഴിയും. അങ്ങനെയല്ല പ്രസന്റേഷൻ ചെയ്യേണ്ടത്. അരമണിക്കൂർ വേണമെങ്കിൽ നമുക്ക് ട്രെയിനിങ്ങിൽ ചെയ്യാം, എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പഠിക്കാൻ വന്നിരിക്കുന്ന ഒരാളുടെ തറോ നോളജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം. തറോ നോളജ് അരമണിക്കൂർ കൊണ്ട് തറോ നോളജ് ഉണ്ടാക്കിയിട്ട് അവൻ പറയുന്നത് ഈ 2 വാക്കുകളിലൂടെ ആയിരിക്കണം, ഈ ഒരൊറ്റ സെന്റൻസിലൂടെ ആയിരിക്കണം. കാര്യം അവന്റെ ഉള്ളിൽ കിടക്കണം ആ നോളജ്. അതിലൂടെ ക്ലിയർ ആയിട്ട് ക്രിസ്പി ആയിട്ട് ക്ലാരിറ്റിയോടുകൂടി ഒറ്റ സെന്റൻസിൽ ഡയറക്റ്റ് സെല്ലിംഗ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അത് ഒരു ഗുഡ് ട്രെയിനറുടെ ക്വാളിറ്റിയാണ്. ചില ആൾക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചില ആൾക്കാർ ഡയറക്റ്റ് സെല്ലിംഗ് പറയാൻ വിളിച്ചു കഴിഞ്ഞാൽ അരമണിക്കൂർ സംസാരിക്കും. കൺവെൻഷണൽ മാർക്കറ്റിംഗ് പ്രോഡക്റ്റ് വരുന്നതും അവിടുത്തെ പരസ്യത്തിന്റെ കാര്യവും അതൊന്നും കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. കൂടുതൽ നിങ്ങൾ പറയണം. കൺവെൻഷണൽ മാർക്കറ്റിംഗിൽ ഇടനിലക്കാരും ഉണ്ട്, പരസ്യക്കാരും ഉണ്ട്. വാങ്ങുന്ന പ്രോഡക്റ്റിന് പരസ്യത്തിൽ പറയുന്ന ക്വാളിറ്റിയും ഇല്ല, തീർന്നു, ഉണ്ടാവാറില്ല. കൺവെൻഷണൽ മാർക്കറ്റിംഗ് തീർന്നു. ഈ 3 കാര്യങ്ങൾ ആണ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അതിനൊരു 5-10 മിനിറ്റ് കൺവെൻഷണൽ മാർക്കറ്റിംഗിനെ കുറിച്ച് പറയും പല ആൾക്കാർ, തുടക്കക്കാരായ ആൾക്കാർ. കാര്യം ഈ പ്രസന്റേഷൻ എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത് പഠിക്കാത്ത ആൾക്കാർ അത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ പറയേണ്ടത് ഡയറക്റ്റ് സെല്ലിങ്ങിനെ കുറിച്ചാണ്. ഡയറക്റ്റ് സെല്ലിംഗ് ആണ് പുതിയ സബ്ജക്ട്, മറ്റേത് ആൾക്കാർക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ആ ഡയറക്റ്റ് സെല്ലിംഗ് ആണ് നമ്മൾ ക്ലിയർ ആയിട്ട് പറയേണ്ടത്. അപ്പം ആവശ്യമില്ലാത്ത സമയത്ത് കൂടുതൽ സമയം എടുക്കരുത്. സമയം എടുത്തു കഴിഞ്ഞാൽ പ്രസന്റേഷൻ കൂടിപ്പോവും, ആൾക്കാർക്ക് ബോറടിക്കും. മനസ്സിലായില്ലേ?
അപ്പൊ ആ ക്ലിയർ ആയിട്ട് നമ്മൾ എന്താണോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ആ സബ്ജക്റ്റ് ക്രിസ്പി ആയിട്ട് ക്ലാരിറ്റിയോടുകൂടി പറയാൻ പഠിക്കണം. ബി പ്രിസൈസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി വിത്ത് ഐഡിയ യു ആർ ഷെയറിങ്. കണ്ടോ, പ്രിസൈസ് ആയിട്ട് എന്ത് ഐഡിയ ആണ് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ആവുന്ന ആശയമാണ്. അതിനു വേണ്ടിയിട്ട് കൺവെൻഷണൽ മാർക്കറ്റിംഗ് ഒത്തിരി സംസാരിക്കേണ്ട കാര്യമില്ല. ഡയറക്റ്റ് സെല്ലിങ്ങിനെ കുറിച്ചാണ് ഞാൻ കൂടുതൽ സംസാരിക്കേണ്ടത്. അപ്പൊ അത് ക്ലിയർ ആയിട്ട് നമുക്ക് അവിടെ കൊടുക്കാൻ കഴിയും. ഇമോഷണൽ ഇന്റലിജൻസ്, നമ്മുടെ പ്രസന്റേഷന്റെ ഇടയ്ക്ക് നമ്മുടെ വികാരങ്ങൾ നമ്മൾ ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ എപ്പോഴും പറയാനുള്ളതാണ്, ശരിക്കും പറയാം മോഡി കെയർ എന്ന് പറഞ്ഞ ഈ അവസരം ഞാൻ മനസ്സിലാക്കി ഞാൻ ഒരു തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇതുപോലൊരു മാറ്റം ഉണ്ടാവില്ല. ഒരു പക്ഷേങ്കിൽ ഈ മോഡി കെയറിൽ ജോയിൻ ചെയ്ത സമയത്ത് 2-2.5 ലക്ഷം രൂപ എനിക്ക് കടമുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. ഇന്നൊരു 25-50 ലക്ഷം രൂപയ്ക്ക് വർത്തായിട്ടുള്ളതാണ് അന്നത്തെ 2.5 ലക്ഷം രൂപ കടം എന്ന് പറയാം. വീട്ടിൽ കൊണ്ടൊരു സാലറി വളരെ കുറവായിരുന്നു. അപ്പം വീണ്ടും വീണ്ടും ഈ കടം തീർക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും കടം വാങ്ങിച്ച അവസാനം ഏതെങ്കിലും പത്രത്തിന്റെ ഫ്രണ്ടിൽ ചിലപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഫോട്ടോ അടിച്ചു വന്നേനെ, കടബാധ്യത കാരണം കുടുംബത്തോടൊപ്പം ആത്മഹത്യ ചെയ്യുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഒരു പക്ഷെങ്കിൽ പോയനായിരുന്നു നമ്മൾ ഈ അവസരം ഏറ്റെടുത്തില്ല എന്നുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഇമോഷണൽ ഇന്റലിജൻസ് അവിടെ കാണിക്കാൻ കഴിയും. ആൾക്കാരോട് പറയുന്നത് ബി പാഷൻ, മനസ്സിൽ തട്ടി പറയണം. നമ്മൾ അവർക്ക് തോന്നണം ശരിയാണ്, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്, ഒരിക്കലും നമുക്ക് അങ്ങനെ വരരുത്, നമുക്ക് ഈ ബിസിനസ് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ഇമോഷൻസ് വെച്ചിട്ട് ആൾക്കാരെ നമുക്ക് ഡിസിഷൻ എടുപ്പിക്കാൻ കഴിയും. എന്ന് വെച്ചിട്ട് കൂടുതൽ ഇമോഷണൽ ആയി കളയരുത്. നമ്മളെ ട്രിവാൻഡ്രത്തൊരു ലീഡർ ഒരു ക്ലാസ്സിൽ അവിടെ വന്ന് പറഞ്ഞതാണ്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു 4 ലക്ഷം രൂപ വരുമാനം വാങ്ങുന്നത്. എനിക്ക് 45 വയസ്സിന് മേളിലുണ്ട്. ഞാൻ പല സ്ഥലത്തും പ്രവർത്തിച്ചിട്ടുണ്ട്, പലയിടത്തും ജോലി ചെയ്തിട്ടുണ്ട്, ബിസിനസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു മാസം എനിക്ക് 25,000 രൂപയ്ക്ക് മേളിൽ വരുമാനം ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞത്, നെറ്റായിട്ട് ഇൻകം വന്നത് അത് മോഡി കെയറിലൂടെയാണ്. ആദ്യമായിട്ട് സീനിയർ ഡയറക്ടർ ആയ ഒരു ലീഡർ വന്ന് പറഞ്ഞാണ്. അപ്പം ശരിക്കും അവർക്ക് ഇമോഷൻ വന്നു, കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് അവിടെ ഇരുന്ന ആൾക്കാരുടെ മൊത്തം ടച്ച് ചെയ്ത അവരെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇമോഷണൽ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ കഴിയും ട്രെയിനിങ്ങിൽ മറ്റും. അപ്പൊ കീപ് ദി ലെവൽ ഓഫ് ട്രെയിനേഴ്സ് ഇൻ യുവർ മൈൻഡ് എന്ന് പറഞ്ഞാൽ കേൾക്കാനിരിക്കുന്ന ആളുകളുടെ ലെവല് നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. നമ്മൾ പ്രസന്റേഷൻ ഈ കേൾക്കാനിരിക്കുന്ന ആളിനെ അനുസരിച്ച് നമുക്ക് അതിൻ്റെ ഗ്രാവിറ്റി, പ്രസന്റേഷന്റെ ഗ്രാവിറ്റി, സ്റ്റൈല്, സമയം, ഇതെല്ലാം കറക്റ്റ് ചെയ്യണം കഴിയണം. എന്ന് പറഞ്ഞാൽ നമുക്ക് കണക്കറിയാം. മത്തായിയെ കണക്ക് പഠിപ്പിക്കണമെങ്കിൽ കണക്കറിഞ്ഞാൽ പോരാ, മത്തായി അറിയണമെന്നൊരു ചൊല്ലുണ്ട്. ശരിക്കും ഒരു പ്രസന്റേഷനിൽ അതാണ് വേണ്ടുന്നത്. ഓഡിയൻസിനെ നമ്മൾ മനസ്സിലാക്കണം, എങ്ങനെയുള്ള ഓഡിയൻസ് ആണ്. അപ്പൊ ആ ഓഡിയൻസ്, ഇപ്പം നമ്മൾ കൂടുതൽ ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കേണ്ടാത്ത സ്ഥലത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കരുത്, സാധാരണ ഭാഷകൾ ഉപയോഗിക്കണം. പ്രൊഫഷണലായിട്ട് നമ്മൾ അവരിൽ ഒരാളായിട്ട് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ നമ്മളിലേക്ക് വരും. ആ സാധാരണക്കാരന് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല അവസരമായിട്ട് നമ്മൾ പറയണം. അത് നമ്മളൊരു പട്ടണത്തിൽ പോയി പ്രസന്റ് ചെയ്യുമ്പം അത് വേറൊരു രീതിയിലായിരിക്കും. ചിലപ്പോൾ നമ്മൾ അവിടെ ഇച്ചിരി ജാടയിലൊക്കെ അല്ലെങ്കിൽ ഒരു ഇത്തിരി രീതിയിലൊക്കെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു തന്നിരിക്കും, കുറച്ച് ഇംഗ്ലീഷ് കൂട്ടി പറഞ്ഞു തന്നിരിക്കും, സ്റ്റൈല് കൂട്ടി പറഞ്ഞു തന്നിരിക്കും. അപ്പൊ ഓരോ ഓഡിയൻസിനും അനുസരിച്ച് നമുക്ക് പ്രസന്റേഷൻ സ്റ്റൈലുകൾ, നമുക്ക് പറയുന്നതെല്ലാം ഒരേ കാര്യങ്ങളാണ്, അത് സ്റ്റൈലുകൾ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ബി പാഷനേറ്റ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കുറച്ച് പറഞ്ഞാൽ മതി, പക്ഷെ പാഷനേറ്റ് ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൾക്കാരെ നമുക്ക് കൺവിൻസ് ചെയ്തെടുക്കാൻ കഴിയും. ഡിയർ ഫ്രണ്ട്സ്, സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ വീഡിയോ നമ്മൾ റെഡിയാക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഷെയർ ചെയ്യും ഈ ട്രെയിനിങ് കഴിഞ്ഞിട്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ പ്രസന്റേഷനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. കാരണം പ്രാക്ടീസ് മേക്സ് പെർഫെക്ഷൻ. ഒരിക്കലും ആദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ നന്നായി ചെയ്തു അല്ലെങ്കിൽ നന്നായി ചെയ്യണമെന്ന് നിങ്ങൾ വാശി പിടിക്കരുത്.
എന്റെയൊക്കെ ആദ്യത്തെ പ്രസന്റേഷൻ വളരെ മോശമായിരുന്നു, വളരെ മോശമായിരുന്നു. ഇപ്പൊ എനിക്ക് വളരെ കോൺഫിഡന്റ് ആണ്. ഞാൻ ആരോട് പോയി പറഞ്ഞാലും പ്രസന്റ് ചെയ്താലും അവരെ നമുക്ക് കൺവിൻസ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവും. ആൾക്കാർ 3 തരത്തിലാണ്. ചില ആൾക്കാർ ഇതെല്ലാം കേട്ടിട്ട് വണ്ടർ, അവരെപ്പോഴും വണ്ടർ അടിച്ചുകൊണ്ടിരിക്കും. മനോജ് വീട് വെച്ച് വിദേശയാത്ര ചെയ്ത് അത് കേട്ടോണ്ടിരിക്കും. അവർ വണ്ടർ അടിക്കത്തേ ഉള്ളൂ, ഒരിക്കലും ചെയ്യത്തില്ല. ചില ആൾക്കാർ നോക്കട്ടെ കാണട്ടെ എന്ന് പറയും, ഒരിക്കലും ചെയ്യത്തില്ല. ചില ആൾക്കാർ ഈ ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് അവർ ചാടി വീഴും. കാര്യം ജീവിതം മാറ്റിയെടുക്കാൻ വേണ്ടി ഒരു അവസരം നോക്കിയിരിക്കുകയായിരുന്നു. അവര് മോഡി കെയറിനെ അങ്ങ് എംബ്രൈസ് ചെയ്യും, ഏറ്റെടുക്കും അവര് നിങ്ങളോടൊപ്പം വന്ന്. അപ്പൊ ആ ഏറ്റെടുക്കുന്ന ആളിലേക്ക് എത്തിക്കണം. ആ ഏറ്റെടുക്കാൻ വെമ്പൽ പൂണ്ടിരിക്കുന്നവന്റെ മനസ്സിനെ ഉണർത്തിയെടുക്കണം നമുക്ക് ഈ പ്രസന്റേഷനിലൂടെ. സമീർ മോഡി ആ ഇൻഫിനിറ്റി പ്ലാൻ എന്ന് പറഞ്ഞാൽ വണ്ടർഫുൾ പ്ലാനാണ്. നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് കൃത്യം റിട്ടേൺസ് കിട്ടുന്ന ഒരു പ്ലാനാണ് ഈ ബിസിനസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ. പേഴ്സണൽ PV ചെയ്താൽ 68% റീറ്റെയിൽ പ്രോഫിറ്റും മറ്റ് ബെനിഫിറ്റുകളും കിട്ടും. ഇനി അതുകൂടാതെ 20 PVക്ക് ചെയ്യുന്നവർക്കെല്ലാം മന്ത്ലി കമ്മീഷൻ ഗ്യാരണ്ടീഡ് ആണ്. ഇനി 2 പേരെ അഡീഷണൽ ചെയ്യിച്ചാൽ അതിന് അഡീഷണൽ, 4 പേരെ ചെയ്യിച്ചാൽ ഒരു 500-600 രൂപയ്ക്ക് അടുത്തുള്ള വരുമാനം കിട്ടും. ഡയറക്ടറായി നമ്മളൊരു ഓളിയം കൊടുത്തു 10-30,000 ഓളിയം ബിൽഡ് ചെയ്ത് 4 ലെഗിലൂടെ 250 PV വെച്ച് 4 ലെഗിലൂടെ ബിൽഡ് ചെയ്ത 5000 രൂപ ഇൻകം കിട്ടും. ഇനി അങ്ങനെ ചെയ്യുന്ന 4 ആൾക്കാരെ ബിൽഡ് ചെയ്ത 10-20,000 രൂപ ഇൻകം കിട്ടും. ആ 4 ലെഗിൽ 3 ഡയറക്ടേഴ്സ് വന്നാൽ 1 ലക്ഷം രൂപ ഇൻകമായി. പഠിക്കാൻ എളുപ്പമാണ്, പറയാൻ എളുപ്പമാണ് ബിസിനസ് പ്ലാൻ, സമീർ മോഡി ഇൻഫിനിറ്റി പ്ലാൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ലിമിറ്റ്ലെസ് സക്സസ് ആണ് കമ്പനി നമ്മളെ ഈ പ്ലാനിലൂടെ സമീർ മോഡി സാറ് ലക്ഷ്യം ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഇൻസ്പയർഡ് ബൈ ഹിസ് വിഷൻ. അദ്ദേഹത്തിന്റെ വിഷനിൽ ഇത് ഇൻസ്പയർഡ് ആണ്. പക്ഷെ ഡ്രിവൺ ചെയ്യേണ്ടത് ഇതിൽ പറയുന്നുണ്ട്, ഇത് മുന്നോട്ട് നയിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ പ്രസന്റേഷൻ രീതികളും ഇതിൽ പറയേണ്ടുന്ന കാര്യങ്ങളും കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് ഇനിയും ഞാൻ ഈ പ്രസന്റേഷൻ ചെയ്യാം. എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒന്നുകൂടെ ചെയ്തു തരാം നിങ്ങൾക്ക്. ഒന്നുകൂടെ അല്ല, 10 പ്രാവശ്യം ചെയ്യുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടില്ല. പേഴ്സണലി ചെയ്യണോ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ചെയ്തു തരാം. അപ്പം വളരെ കോൺഫിഡൻ്റ് ആയിട്ടും പ്രൊഫഷണൽ ആയിട്ടും നിങ്ങൾക്ക് ഈ ഇൻഫിനിറ്റി പ്ലാൻ മറ്റാൾക്കാരോട് പ്രസന്റ് ചെയ്യാൻ കഴിയണം. അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എത്ര വലിയ നേട്ടങ്ങളും എത്ര വലിയ ലക്ഷ്യങ്ങളും ആജീവനാന്തം വിദേശയാത്രയ്ക്ക് പോകാൻ ഡിയർ ഫ്രണ്ട്സ് നമ്മൾ പോയിക്കൊണ്ടിരിക്കില്ലേ. ലക്ഷക്കണക്കിന് ആൾക്കാർ പോയി കഴിഞ്ഞ് ഈ വർഷവും 10-13,000 പേരാണ് ഓൾ ഇന്ത്യ ലെവലിൽ മോഡിക്കെന്റെ വിദേശയാത്രയ്ക്ക് പോയത്. മനസ്സിലായില്ലേ? നമ്മളും അതിലൊരാളാകണം. അപ്പൊ നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനമാണ് നിങ്ങളുടെ തലവര മാറ്റിമറിക്കുന്നത്, നിങ്ങളുടെ കുടുംബത്തിന്റെ തലവര. കാര്യം ഇതൊരു പ്രൂവൺ വെഹിക്കിളാണ് സമീർ മോഡി ഇൻഫിനിറ്റി പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ നന്നായി പ്രസന്റ് ചെയ്യാൻ നമ്മൾ വളരെ കോൺഫിഡന്റ് ആയിരിക്കണം. കാര്യങ്ങൾ പഠിക്കുക, പ്രസന്റേഷന്റെ രീതികൾ പഠിക്കുക, എന്ത് ആശയമാണ് ആൾക്കാരോട് നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടതെന്ന് പഠിക്കുക. തീർച്ചയായും ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും സമീർ മോഡി ഇൻഫിനിറ്റി പ്ലാനിലൂടെ അൺലിമിറ്റഡ് സക്സസ് ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വിഷ് യു ഓൾ ദി സക്സസ്. താങ്ക് യു വെരി മച്ച്.